നമ്മുടെ ചുരിദാറിന്റെ ഒരു അടിപൊളി വീഡിയോ ആണ് സ്റ്റാർട്ട്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ. നല്ല ഗ്രീൻ ഇല്ലേ, അങ്ങനത്തെ ഒരു നല്ല ഗ്രീൻ കളർ. അതിന്റെ കോമ്പിനേഷനും സെയിം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അകത്തോട്ട് അതിന്റെ കോമ്പിനേഷൻ കൊടുത്ത് തന്നെ ചെയ്തേക്കുന്നത്. ഇപ്പം ടോപ്പ് ഗ്രീൻ ആണെങ്കിൽ അകത്ത് വരുന്ന കോമ്പിനേഷൻസ് സെന്ററിൽ കൊടുത്തേക്കുന്ന ആ ഒരു പ്രിന്റിലെല്ലാം ഗ്രീൻ തന്നെയായിരിക്കും. മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. അതായത് ഇതിൻ്റെ അകത്ത് ബാക്ക് സൈഡിൽ കണ്ടാലും ചിലതിന് വരുമ്പോഴത്തേനും ഫ്രണ്ട് പോർഷനിലെ പ്രിന്റ് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിന് അങ്ങനെ ഒന്നുമില്ല, എങ്ങനെ ഇട്ടാലും ഒരേപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഫ്രണ്ടിലാണ് ഗ്ലാസ് വർക്ക് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അതല്ലാതെ തിരിച്ചിട്ടാൽ പോലും ഇപ്പം മറിഞ്ഞു പോയാൽ പോലും അതങ്ങനെ അറിയാനൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്രയും റീസണബിൾ ആണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് പോയിന്റ് സിസ്റ്റം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ട് കാണും, കുറച്ച് പേർക്ക് റെഡീം ചെയ്തും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് അവർക്ക് ആ ഒരു ഓരോ പർച്ചേസിനനുസരിച്ച് കുറച്ച് പോയിന്റ്സ് കിട്ടും. അത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 3-4 എണ്ണമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ഏകദേശം ഒരു 150 കോയിൻ ആകുമ്പോഴത്തേന് അത് റെഡീം ചെയ്തെടുക്കാം. അതായത് മറ്റേ അടുത്ത എടുക്കുന്ന ഐറ്റത്തിൽ നിന്ന് അത് കുറച്ചെടുക്കാൻ പറ്റും. 250-ക്കുള്ളിൽ തന്നെ അത് റെഡീം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം പർച്ചേസ് ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഉള്ള ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കാരണം ഒരുപാട് നല്ല ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ അറിയത്തില്ലാത്തവരെയും കൂടെ നമ്മുടെ ചാനലിനെ പരിചയപ്പെടുത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നവരിൽ നിന്നും കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗീവ് അവേയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നല്ല നല്ല ഐറ്റംസ് ആണ്, ഒത്തിരി റീസണബിൾ പ്രൈസും ആട്ടോ. അപ്പോൾ അതെല്ലാവരും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പിന്നെ പർച്ചേസ് ചെയ്യുന്നവർക്കും പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ചെയ്തു നോക്കണം. അപ്പം നമ്മുടെ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, ബോട്ടം ലൈനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 693, റേറ്റ് സെയിം ആണ് 990. നല്ല വൈൻ കളറാട്ടോ, നല്ല വൈനില്ലേ ആ ഒരു ഷെയ്ഡ്. അപ്പോൾ ദുപ്പട്ടയ്ക്ക് അകത്തോട്ട് വരുമ്പം ഈ ഒരു പ്രിന്റിൽ, അതായത് റൗണ്ട് ഡിസൈൻ വരത്തില്ലേ, അതിലും ബോർഡറിൻ്റെ ആ ഒരു ചെറിയ സ്ട്രൈപ്സിൻ്റെ പാറ്റേണിലും ഒക്കെ നമുക്ക് ആ ഒരു വൈൻ ഷെയ്ഡാണ് വരിക. അപ്പോൾ എല്ലാത്തിനും കറക്റ്റ് മാച്ചിങ്ങിനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതെന്നറിയോ, ഇങ്ങനെ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചിട്ട് ഒരു ലുക്ക് കിട്ടുന്നത്. എന്തായാലും എല്ലാ കളേഴ്സും നല്ല കേട്ടോ. ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആവും, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഷെയ്ഡ് ഇതാണ്. ബോട്ടം ലൈനിങ്ങും ഈ സെയിം കളറിലുണ്ട്. പിന്നെ നമ്പർ വരുന്നത് AC 696, റേറ്റ് 990. നമുക്ക് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ കളറാട്ടോ. കാരണം ഇതിൽ എടുത്തെടുത്ത ഓരോ കളേഴ്സിനെയും ഭംഗിയുള്ളതെന്ന് പറയേണ്ടി വരും, കാരണം അത്ര സെലക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ മാത്രമാണ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ ദുപ്പട്ടയ്ക്കകത്തും ഈ ഒരു അകത്തോട്ടുള്ള റൗണ്ടിൽ കൂടെ ബ്ലൂ കളറാണ് പോയേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം രീതിയിലുള്ള പ്രിന്റും കാര്യങ്ങളും വന്നേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലൈനിങ്ങും, അപ്പോൾ നമുക്ക് ബോട്ടത്തിന് വെച്ചേക്കുന്നത് സാറ്റിൻ സിൽക്ക്. നോർമലി ബോട്ടം ലൈനിങ് വരുന്ന പോലെ തന്നെ ലൈനിങ്ങിന് ബട്ടർ ക്രേപ്പിൻ്റെ സോഫ്റ്റ് ഫാബ്രിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യത്തിൽ ടെൻഷൻ അടിക്കണം, കറക്റ്റ് കളർ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോഴാണേലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാട്ടോ. ഫുൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതിൻ്റെ നമ്പർ AC 695, റേറ്റ് 990. നമ്മുടെ ലാസ്റ്റത്തെ കളർ, ഇതും എല്ലാവരുടെയും തന്നെ എനിക്ക് തോന്നുന്നു ഒരു കുറേ ആൾക്കാരുടെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് തന്നെയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനും എപ്പോഴും ആലോചിക്കാറുണ്ട് എപ്പോഴും ബ്ലാക്ക് തന്നെ ഇടാന്ന്. കാരണം ബ്ലാക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക എലഗൻറ്റ് ലുക്കാട്ടോ, എല്ലാവർക്കും ചേരുകയും ചെയ്യും. നമുക്കിപ്പം സ്കിൻ ടോൺ കുറച്ച് ഡാർക്കോ ലൈറ്റോ ഏത് കളറാണേലും ബ്ലാക്ക് എന്ന് പറയുന്നതിന് എപ്പോഴും ഒരു എടുപ്പാട്ടോ, എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ്. പ്രത്യേകിച്ച് ബ്ലാക്കിൻ്റെ കൂടെ റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ, അപ്പോൾ ഇതിൽ അത്ര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. നിങ്ങളിപ്പം ഏത് കളർ എടുത്താലും ഭംഗിയാട്ടോ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെയും കൂടി ഇട്ട് കാണിക്കുന്നത്. ഏകദേശം തയ്ച്ച് വരുമ്പോൾ ലുക്ക് നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു ഐഡിയ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ശരിക്കും തയ്ച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. നമ്മളാ ഒരു ബോഡി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് ആ മെറ്റീരിയലിന് ശരിക്കുള്ള ഭംഗി കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ ആയിട്ട് തയ്പ്പിക്കേണ്ടവർക്ക് തയ്പ്പിക്കാം. അപ്പോൾ അതിൽ ബട്ടൺ ഡിസൈൻ മാത്രം കൊടുത്തിട്ട് വേണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി എണ്ണത്തിലൂടെ മിക്സ് ആൻഡ് മാച്ച് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയത്. കാരണം പ്ലെയിൻ ആയിട്ടല്ലേ പോയേക്കുന്നത്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്താൽ കുറച്ച് ഭംഗി കൂടും. പിന്നെ നമുക്ക് അടുത്തതിന് യൂസ് ചെയ്യണമെങ്കിൽ ആ കളർ പൈപ്പിങ്ങിൻ്റെ കളർ നോക്കിയിട്ട് വേണ്ട ഇടാൻ. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് തയ്പ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒത്തിരി എണ്ണത്തിന് കൂടെ മാറി മറിച്ചൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാ ഷെയ്ഡിൻ്റെയും കൂടെ ചേരും കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ കൂടെ ബ്ലാക്കിൻ്റെ കൂടെ എപ്പോഴും ചേരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് മെറൂണാണ്. അതാണ് പക്കയായിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലൈനിങ്ങും സെയിം കളർ ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ സേഫായി എല്ലാത്തിൻ്റെയും കൂടെ ഇടാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 691, റേറ്റ് 990, മാത്രമേ 990.